വളരെ പെട്ടെന്ന് അച്ചപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആ ഒരു പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു നാഴി അരിയാണ്, അതായത് 1.5 കപ്പ്, മെഷറിംഗ് കപ്പിൽ 1.5 കപ്പ് അരി തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്താണ്. ഞാൻ ഉരുണ്ട വലിയ പച്ചരിയാണ് ഇതിനെ എടുത്തേക്കുന്നത്. എന്നിട്ടത് മിക്സിയുടെ ജാറിലേക്ക് നമ്മളതൊന്ന് ഇട്ട് കൊടുക്കണം. ഫുള്ള് ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതും നമ്മൾ അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കണം. ഈ 2 മുട്ട, പിന്നെ പാല്, അരമുറി തേങ്ങ തിരികിയ നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്തേക്കുന്നത്. മുഴുവനും ആദ്യമേ ഒഴിച്ചു കൊടുക്കണ്ട. നമ്മുടെ മാവിൻ്റെ കൂട്ട് ഒരുപാട് അയഞ്ഞു പോകരുത്. കുറച്ച് തിക്കായിട്ട് വേണം നമുക്കത് കലക്കിയെടുക്കാൻ. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതായത് ചെറിയൊരു ബൗൾ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. അത് മധുരത്തിൻ്റെ ഒരു ബാലൻസിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് അരച്ചെടുത്ത മാവാണ്. മാവ് ഒരുപാട് ലൂസായി പോകരുത്. നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഇടാനുള്ള ബാക്കി ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ബൗളിലേക്ക് മാവ് നമ്മൾ ഒഴിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ബാക്കി ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതായത് നമ്മൾ 1.5 കപ്പ് മെഷറിംഗ് കപ്പിൽ 1.5 കപ്പും നാഴിയിൽ 1 നാഴി അരിയാണ് നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ മാവിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല തിക്കായിട്ട് കുറച്ച് ഒരു മീഡിയം തിക്നെസ്സിലാണ് നമ്മൾ ആ മാവ് കലക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഫ്രൈങ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മളൊരു ഫ്രൈങ് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണ തിളയ്ക്കണം. അതിലേക്ക് നമ്മൾ അച്ച് നന്നായിട്ട് മുക്കി വെച്ചതിന് ശേഷം ആ അച്ച് നമ്മൾ മാവിൻ്റെ കൂട്ടിലേക്ക് ഒരു 1/4 ഭാഗം മുക്കിയെടുക്കണം. മുഴുവനായിട്ട് മുക്കരുത്. അച്ചിൽ നിന്ന് ആ ഒരു മാവിൻ്റെ കൂട്ട് വിട്ട് വരില്ല. എന്നിട്ട് നമ്മൾ മെല്ലെ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട്, അഥവാ ഇളകിയില്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു പപ്പടക്കമ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. അതിങ്ങനെ ഇളകിപ്പോരും. പിന്നെ അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നല്ലത് ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് അച്ചുകളാണ്. വലിയ വിലയൊന്നുമില്ല, പക്ഷേ നല്ല രീതിയിൽ നമുക്ക് അച്ചപ്പം പൊടിഞ്ഞു പോകാതെ കിട്ടും. മറ്റേ അച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല പഴക്കമുള്ള അച്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി, നല്ല ഗോൾഡ് കളറിൽ നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ അച്ചപ്പം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുള്ളത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അച്ചപ്പമാണ്. എല്ലാ കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടമാണ് ഈ അച്ചപ്പം. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാ കൂട്ടുകാർക്കും നന്ദി.